ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ വിദേശത്തിൽ നമ്മളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ കൊടുത്തിടാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു നെല്ലിക്കേൻ്റെ, അതായത് ഉലുവ നെല്ലിക്കയാണ് ഇന്നത്തെ റെസിപ്പി. പിന്നെ എന്താ പറയുക, നല്ലെണ്ണയിലേക്ക് നെല്ലിക്ക ഇട്ട് അങ്ങ് വഴറ്റിയെടുത്തൊരു സ്പെഷ്യലായിട്ടുള്ള മസാലക്കൂട്ടാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് വഴിയെ കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, ഒരുപാട് സ്നേഹത്തോടെ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരുപാട് എന്താ പറയുക, സ്നേഹത്തോടെയുള്ള സ്വാഗതം കേട്ടോ. അപ്പം നമ്മൾ തയ്യാറാക്കുന്നത് മുന്നേ പറഞ്ഞ പോലെ തന്നെ നെല്ലിക്ക വെച്ചിട്ടുള്ള റെസിപ്പിയാണ്. ഇപ്പം നെല്ലിക്കേൻ്റെ സീസൺ ആണല്ലോ, അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പം നമ്മൾ എന്താ പറയുക, ഒത്തിരി നാളത്തേക്ക് നെല്ലിക്ക തയ്യാറാക്കി എടുത്ത് വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. നമുക്ക് ആർക്ക് കൊടുത്തു വിടാനൊക്കെ, ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾക്കൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല റെസിപ്പിയാണ്. അതിലും പെട്ടെന്ന് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ നെല്ലിക്ക നല്ലോണം തന്നെ, നല്ല നെല്ലിക്ക നമ്മളിതിപ്പോൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച നെല്ലിക്കയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു നെല്ലിക്ക അച്ചാർ മിക്ക ആളുകൾക്കും പറയുന്നത് പൂത്ത് ഉപ്പിലിട്ടാലും അതുപോലെ അച്ചാറിട്ടാലൊക്കെ അധികം ആളുകളും പറയുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് പൂത്ത് പോകുന്നു എന്നുള്ളതാണ്, കേടായി പോകുന്നു. ഉപ്പിലിട്ടാലൊക്കെ അതിൽ പൂപ്പൽ വരുന്നുള്ളതാണ്. അപ്പോൾ അത് ആ ഉപ്പിലിടുന്നതിൻ്റെ ഒരു സീക്രട്ട് ടിപ്പ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതിങ്ങനെ കേടാവാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്, എന്ത് കണ്ടോ, നെല്ലിക്ക നമ്മൾ കഴുകിയതിന് ശേഷം ഇതുപോലെയുള്ള വെള്ളം എല്ലാം ഇങ്ങനെ ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ തുടച്ച് കളയണം കേട്ടോ. അപ്പോൾ വെള്ളത്തോട് കൂടി നമ്മളത് അച്ചാറിട്ടാൽ ഈ ഒരു നെല്ലിക്ക അച്ചാർ കുറച്ച് നാൾ ഇരിക്കുമ്പോഴത്തേക്ക് അതിൽ പൂപ്പൽ വരാനും പെട്ടെന്ന് അത് കേടാവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ കഴുകിയതിന് ശേഷം ഇതുപോലെ തന്നെ എല്ലാ നെല്ലിക്ക ഓരോന്നായിട്ട് എടുത്ത് എല്ലാ നെല്ലിക്ക പൂർണ്ണമായിട്ടും വെള്ളം തുടച്ച് നമ്മൾ എടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മളുടെ ഈ ഒരു അച്ചാർ കൂടുതൽ നാളിരിക്കുക. പിന്നെ ഇതിലേക്ക് ചേർക്കുന്ന ഓരോ സാധനങ്ങൾ, ഇപ്പോൾ നമ്മൾ മുളക് ഇഞ്ചിയൊക്കെ ചേർക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഈ റെസിപ്പിയിൽ നമ്മൾ ഇഞ്ചി മുളകൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ചേർക്കുന്ന ആളുകൾ നന്നായിട്ട് തന്നെ കഴുകി വെള്ളം തുടച്ചിട്ട് വേണം ഉപയോഗിക്കാൻ കേട്ടോ. പിന്നെ നമ്മളിവിടെ ഒരു പിടി അളവിൽ കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കറിവേപ്പിലേൻ്റെ കൂടെ ഒരു പീസ് കായം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കായത്തിൻ്റെ പൊടിയാണെങ്കിൽ പൊടി ചേർത്താലും മതി കേട്ടോ. അപ്പോൾ ഈ ഒരു കട്ടക്കായം വറുത്തെടുക്കണം. അപ്പോൾ അത് ചെറിയ പീസാക്കി നുറുക്കിയിട്ട് വറക്കണം. പിന്നെ ഉലുവ നെല്ലിക്ക എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ. അപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഞാൻ ഒരു 1.5 ടീസ്പൂൺ അളവിലോളം ഉലുവ എടുത്തിട്ടുണ്ട്. ഈ ഒരു ഉലുവേൻ്റെ ടേസ്റ്റ് എന്നാൽ ഒരുപാട് കൂടുതലായിട്ട് നിൽക്കുകയില്ല, എന്നാലും ഈ ഒരു അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് ഈ ഒരു ഉലുവ കൊടുക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്നൊക്കെ നമുക്ക് വഴിയെ കാണാം. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും എന്താ പറയുക, ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമായിരിക്കും ഈ ഒരു എന്താ പറയുക, ഈ ഒരു അച്ചാറിൻ്റെ ഒരു പൂർണ്ണ രൂപം നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നെല്ലിക്കയെല്ലാം തുടച്ച് വെച്ചു, എല്ലാം നമ്മൾ എടുത്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്കുള്ള പൊടികളൊക്കെ എന്താ പറയുക, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള അച്ചാർ പൊടിയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഉലുവ സ്കിപ്പ് ചെയ്യരുത്. ഉലുവ നെല്ലിക്ക എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, ഉലുവ നമുക്ക് നിർബന്ധമാണ് കേട്ടോ. ഒരു ചീനച്ചട്ടി എടുത്തു, നമ്മൾ പറഞ്ഞ പോലെ തന്നെ കായം ഇതുപോലെ പൊടിയായിട്ട് നുറുക്കിയെടുത്തു. ഇങ്ങനെ നുറുക്കിയെടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമുക്ക് നന്നായിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പെട്ടെന്ന് മൂത്ത് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. വളരെ കുറച്ച് എണ്ണ ഞാൻ ആദ്യം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ എണ്ണയാണ് കൊടുത്തത്, നല്ലെണ്ണ. അപ്പോൾ അത് കായം വറുത്തെടുക്കാനാണ് കേട്ടോ. പിന്നെ ഈ ഉലുവ വെറുതെ വറുത്തെടുത്താൽ മതി. ഞാനിപ്പോൾ കായം വറുത്തെടുത്ത ചട്ടി ആയതുകൊണ്ട് അതിലേക്ക് ഇട്ടുമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഉലുവ ഒന്നും കരിഞ്ഞ് പോകരുത്. നമുക്കറിയാം ഉലുവയ്ക്ക് ഒരു ചെറിയൊരു കയ്പ്പുരസമുണ്ട്, പക്ഷേ അത് കരിഞ്ഞ് പോയിട്ട് ആ ഒരു കരിയുന്ന ഒരു രുചി ഇതിൽ വരരുത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് തീ വളരെ കുറച്ച് വെച്ചിട്ട് മാത്രം പാചകം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതേ ഉലുവ നന്നായിട്ട് നമ്മൾ വറുത്തെടുത്തു. ഇതിന് മിക്സി പൊടിക്കാനെടുക്കുമ്പോഴും ഒരു അകലം പോലും വെള്ളം നനവ് പാടില്ല കേട്ടോ. നന്നായിട്ടൊരു കോട്ടൺ വെച്ചിട്ട് വൈപ്പ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഉലുവ വറുത്തതും ഇത് കണ്ടോ, കായൊക്കെ നല്ല മുരിഞ്ഞിട്ടുണ്ട്, ആ കായം കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ കായം പൊടിച്ചെടുക്കുന്നവർ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമ്മളൊരു 3 ടീസ്പൂൺ അളവിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലെണ്ണ തന്നെ, എന്ത് അച്ചാറിടുമ്പോൾ നമ്മൾ നല്ലെണ്ണ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇതേ നമ്മൾ നല്ലെണ്ണ ഒഴിച്ച് കൊടുത്ത് അതൊന്ന് ചൂടായി തുടങ്ങിയപ്പോഴത്തേക്കും നമ്മളുടെ കഴുകി വൃത്തിയാക്കി തുടച്ച് വെച്ചിരിക്കുന്ന എല്ലാ നെല്ലിക്കയും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനിയാണ് അടിപൊളിയായിട്ടുള്ള ഇത്. നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇട്ട ആ സമയം മുതൽ തന്നെ നമുക്ക് ഇതെടുത്ത് തുടങ്ങാം കേട്ടോ. വെച്ചിരുന്ന് കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. അപ്പം തൊട്ടേ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം. എല്ലാതും നല്ല ആവശ്യത്തിനെല്ലാം നമുക്ക് ഇതിലേക്ക് പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ നെല്ലിക്കയിൽ അവിടെ ഇവിടെയൊക്കെ ഓരോ കുത്തൊക്കെ ഉണ്ട്, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഒരുപാട് അങ്ങനെ ഉള്ളിലേക്ക് കേടുള്ളതൊന്നും അല്ല കേട്ടോ. അപ്പോൾ അതൊന്നും വിഷയമല്ല. നമ്മൾ നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് വാഷ് ചെയ്ത് തുടച്ചെടുത്തതാണ്.
അപ്പോൾ അതേ നന്നായിട്ട് ഇങ്ങനെ ഈ ഒരു പച്ച കളറുണ്ടല്ലോ, ആ പച്ച കളറിൽ നിന്ന് മാറി നമ്മൾ അത്യാവശ്യം നെല്ലിക്കയൊന്ന് നന്നായിട്ടൊന്ന് കുക്കാവണം കേട്ടോ. ഒരുപാട് കുക്കാവണ്ട, എന്നാലും സാധാരണയായിട്ട് നമ്മൾ പുഴുങ്ങിയെടുക്കുകയാണല്ലോ ചെയ്യുക. അപ്പോൾ ആ ഒരു ടേസ്റ്റ് അല്ലായിരിക്കും കേട്ടോ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക്. ഇതുണ്ട് ഈ ഒരു എണ്ണയിലിട്ടിട്ട് നമ്മൾ വെച്ചിരുന്നിട്ട് പോവണ്ട, അവിടെ തന്നെ നിന്ന് സ്പൂൺ കൊണ്ട് ആ ഒരു ഗ്രീൻ കളറൊന്ന് മാറി നെല്ലിക്കൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ അടി കട്ടിയുള്ള പാത്രമൊക്കെ ആണെങ്കിൽ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി വെച്ചിരുന്നാൽ മതി. നമുക്ക് എന്തെങ്കിലും അല്പം ചെറിയ ചെറിയ പണികളൊക്കെ കൂടെ തന്നെ ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നെല്ലിക്ക ഒന്നൊന്ന് എന്താ പറയുക കളറ് മാറി വന്നപ്പോഴേക്കും നമ്മൾ നല്ലൊരു പിടുത്തം കറിവേപ്പില അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു കറിവേപ്പിലയും ഇതൊക്കെ കിടന്നിട്ട് കറിവേപ്പിലയൊക്കെ മുരിഞ്ഞങ്ങ് ഇതിൽ ചേർന്ന് പോകും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കേട്ടോ. ഇങ്ങനെ നമ്മൾ സമയമെടുത്ത് ഇതൊന്ന് വഴറ്റി കൊണ്ടുവരണം കേട്ടോ. ഒരുപാട് ടൈമൊന്നും വേണ്ട കേട്ടോ, അത്യാവശ്യം നല്ല തീയെത്തിയാൽ പെട്ടെന്നാവുമേ. ഇത് കണ്ടോ കളറൊക്കെ ഒന്ന് മാറി ഇങ്ങനെ വരുന്നുണ്ട്. നല്ലൊരു എന്താ പറയുക പ്രത്യേക ഫ്ലേവറാണ് ഈ ഒരു എന്താ പറയുക നല്ലെണ്ണയിൽ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. നമുക്ക് എപ്പോഴും ഒരേ പോലെ തന്നെ നമ്മൾ തയ്യാറാക്കുന്നതിലും ഭയങ്കര എന്താ പറയുക വ്യത്യാസമായിട്ടുള്ള ഒരേ സാധനങ്ങൾ കൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ടുള്ള രുചികൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ അതെന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ, അതിഗംഭീരമാണ്. അപ്പോൾ അത്യാവശ്യം ഒന്ന് വാടി തണ്ടില്ല, കളറൊക്കെ മാറി ഒന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഈ കറിവേപ്പിലയൊക്കെ കൊണ്ട് വളരെ കുറഞ്ഞ് നല്ല ഫ്രൈ ആയിട്ട് അതിൻ്റെ കൂടെ ചേർന്നിട്ടുണ്ട്. നല്ല കറിവേപ്പില മുരിയുന്നതിൻ്റെ ആ സ്മെല്ല് ഇവിടെ ആകെ പരക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നെല്ലിക്കയും വാടി കറിവേപ്പില ഒന്ന് മുരിഞ്ഞ് അത്യാവശ്യമായി വന്നപ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു നെല്ലിക്ക പിക്കിളിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാനിപ്പോൾ 1 ടീസ്പൂൺ അളവിൽ തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഉപ്പ് അത്യാവശ്യം വേണം, കാരണം നെല്ലിക്കയ്ക്കുള്ള ആ പുളിയും കൂടി ഒന്ന് ബാലൻസ് ചെയ്യാനുള്ള ഉപ്പ് വേണം കേട്ടോ. വേണ്ട, ഇനി ആ ഉപ്പും കൂടി ഒന്ന് ഇതിലേക്ക് പിടിക്കട്ടെ കേട്ടോ. അപ്പോൾ തന്നെ നെല്ലിക്ക അത്യാവശ്യം ഒന്ന് എന്താ പറയുക വെന്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വേവിക്കരുത്, എണ്ണയിലിട്ടിട്ടാണെങ്കിൽ ഒത്തിരി നേരം വഴറ്റരുത്. അങ്ങനെ വഴറ്റിക്കഴിഞ്ഞാൽ ഈ നെല്ലിക്ക ഇങ്ങനെ അങ്ങ് എന്താ പറയുക നമ്മൾ പുഴുങ്ങുമ്പോഴൊക്കെ ഇങ്ങനെ പൊട്ടി വരില്ല, അങ്ങനെ പൊട്ടി വരും. അപ്പോൾ അത് പൊട്ടി വരുന്ന ആ ഒരു സമയം വരെ വേവിക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഉപ്പൊക്കെ നല്ലോണം ഈ ഒരു നെല്ലിക്കയിലേക്ക് എല്ലാ വശത്തും ഉപ്പായി ആ ഉപ്പും കൂടി ഒന്ന് പിടിക്കട്ടെ ഇതിലേക്ക് കേട്ടോ. ഇളക്കി കൊടുക്കുക, ഇടയ്ക്കിടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. കരിയരുത്, ചട്ടി കാണാനും കരിയരുത്, കറിവേപ്പിലയും ഇതൊന്നും തന്നെ കരിഞ്ഞു പോയത്. ഒരുപാട് തീ കൂട്ടി വെക്കരുത്. നല്ലോണം ഇളക്കി എല്ലാ വശത്തും ആ ഒരു ഉപ്പ് ചേർന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിലാണ് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള കായവും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉലുവയും കൂടി പൊടിച്ച് വെച്ചല്ലോ, ആ ഉലുവയും കായവും പൊടിക്കുമ്പോൾ അത് വറുത്ത് പൊടിക്കാൻ നേരം ഒരു ടീസ്പൂൺ അളവിൽ ഞാൻ കടുക് ചേർത്തിട്ടുണ്ട് കേട്ടോ. കാണിക്കാൻ വിട്ടുപോയതാണ്. ആ കടുകും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് കണ്ടോ അടിപൊളി ഗംഭീര എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു മസാല നമ്മളെല്ലാത്തിലും ചേർക്കാറുണ്ട്, പിന്നെ അച്ചാറിലൊക്കെ ഉലുവ. പക്ഷേ ഇത്രയും ഒരു അച്ചാറിൽ ഇത്രയും ഉലുവ ചേർക്കാതെ തന്നെയല്ല, നമ്മൾ ഈ ഒരു നല്ലെണ്ണയിൽ ഈ ഒരു നെല്ലിക്ക ഇതുപോലെ ഇങ്ങനെ വറുത്തങ്ങെടുത്തിട്ട് അതൊരു പ്രത്യേകമായിട്ടുള്ളൊരു ഫ്ലേവറും ടേസ്റ്റും തന്നെ ഈ അച്ചാറിന് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളൊന്ന് എന്തായാലും ചെയ്ത് നോക്കണം കേട്ടോ. ഈ പൊടികളൊക്കെ തന്നെ നമ്മൾ വറുത്തെടുത്തതാണെങ്കിലും ഈ ഒരു നെല്ലിക്കയിലേക്ക് ഇതൊന്ന് ചേർന്ന് വരട്ടെ. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എത്രത്തോളം ടേസ്റ്റി ആയിരിക്കുന്നല്ലേ. ഇനി നമ്മളെ വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ചിട്ടുള്ള അച്ചാർ പൗഡറാണ് കേട്ടോ. അപ്പോൾ ഈ അച്ചാർ പൗഡറിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആ ഉലുവ പൊടിയും കായവും കൂടി ചേർത്ത് ആ ഒരു മസാലയിൽ നന്നായിട്ട് നമ്മൾ നെല്ലിക്ക കോട്ടായി കഴിഞ്ഞ് അതൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അച്ചാർ പൊടി ചേർത്ത് കൊടുത്തു കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. പിന്നെ ഇത്രയും സിമ്പിളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്റ്റലിലുള്ള കുട്ടികൾക്കാണെങ്കിൽ ഇനിയിപ്പോൾ നെല്ലിക്കയൊക്കെ കിട്ടുന്നവരാണെങ്കിൽ ഹോസ്റ്റലിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത്രയ്ക്കും ഗംഭീരമാണ്. നമുക്ക് വീട്ടിൽ നിന്ന് കൊടുത്തു വിടുന്ന അവർ പോകാൻ നേരം വേണമെങ്കിൽ കൊടുത്തു വിടാനാണെങ്കിലും അത് നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു തരി പോലും ഇതിൽ വെള്ളം നനവ് പാടില്ല. നമ്മൾ ഉപയോഗിക്കുന്ന സ്പൂണ് ശ്രദ്ധിക്കണം, നമ്മൾ പൊടിക്കാനെടുക്കുന്ന ഓരോ പാത്രങ്ങൾ ശ്രദ്ധിക്കണം. അതൊക്കെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം ചെറിയ തോതിലാണെങ്കിൽ പോലും വാട്ടർ കണ്ടൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു നെല്ലിക്ക പിന്നെ എന്താ പറയുക പെട്ടെന്ന് പൂപ്പൽ വരാനും കേടാവാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ കഴിവതും ചില്ല് ബോട്ടിൽ തന്നെ ഇത് സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ല, നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം ബോട്ടിൽ ചേർക്കാൻ പാടുള്ളേ, ബോട്ടിലിട്ട് അടച്ച് വെക്കാൻ പാടുള്ളേ. ഇത് കണ്ടാൽ നോക്കിയേ, ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് ആ ഒരു നെല്ലിക്കയൊക്കെ നല്ലോണം ഈ ഒരു മസാലപ്പൊടിയിൽ കോട്ടായി വന്നിട്ടുണ്ട്.
അതിഗംഭീര രുചിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇതിന് മുൻപും തേൻ നെല്ലിക്ക ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ വേറെ വെറൈറ്റി ആയിട്ടുള്ള അച്ചാർ ഉണ്ടാക്കുന്ന ഒക്കെ റെസിപ്പി നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ താല്പര്യമുള്ളവർ കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. പിന്നെ നമുക്ക് ലൈക്ക് തരുന്ന കൂടെ തൊട്ടടുത്തുള്ള ഹൈപ്പും കൂടി അടിക്കണം. എന്നാൽ മാത്രമായിരിക്കും നമുക്കതിൻ്റെ ബെനിഫിറ്റും കൂടി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നല്ലൊരു ദിവസമാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരോടും ഒരുപാട് സ്നേഹം. നിങ്ങൾ തരുന്ന സപ്പോർട്ട് ഇനിയും മുന്നോട്ടുള്ള യാത്രയിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. അപ്പോൾ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരോടും ഒരുപാട് സ്നേഹം. റെസിപ്പിയൊക്കെ കാണുക. തൊട്ടടിയിൽ തന്നെ നിങ്ങൾക്ക് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഒക്കെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ. താങ്ക് യു.